എൻ്റെ കൂടെയുള്ളതൊക്കെ ഒരു ഹെഡ് ഹണ്ടർ ആട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെല്ലാം കിട്ടുമെന്ന് അറിയില്ല. മുഖത്തെല്ലാം ടാറ്റു ഉണ്ടോ, അതുപോലെ പിന്നെ മാല സംഭവം. ആൾക്ക് നമ്മുടെ ലാംഗ്വേജ് ഒന്നും അറിയില്ല. കമ്മലൊക്കെ കണ്ടോ, ഏതോ ഒരു മൃഗത്തിൻ്റെ കൊമ്പൊക്കെയാണ് കേട്ടോ. നാഗാലാൻഡിലെ മ്യാൻമാർ ബോർഡറായിട്ടുള്ള ലോങ്ങയിൽ വെച്ചിട്ടാണ് എനിക്ക് ആളെ കിട്ടിയേട്ടാ. പോകുന്ന വഴിയിൽ ആളെ പിടിച്ച് വണ്ടി കയറ്റി പിന്നെ ആളുടെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് കേട്ടോ. പുറത്തുതന്നെ നമുക്ക് ഇഷ്ടംപോലെ അസ്ഥികൂടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നാഗാലാൻഡിലെ കൊനിയാക്ക് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെടുന്നവരാണ് ഇവർ. പണ്ട് കാലത്തെ ശത്രുക്കളുടെയൊക്കെ തലയിറക്കലാണ് ഇവരുടെ മെയിൻ പരിപാടി. ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ ഒരു അവസരമായതുകൊണ്ട് തന്നെ ആളുകൂടെ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയേട്ടാ. മാത്രമല്ല അവരുടെ കിച്ചണായത് അവിടുന്ന് പോയിട്ട് നല്ലോണം ചോറിലടിച്ച് മാറ്റിയേട്ടാ. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മളെ ബാമ്പു ഇല്ലേ, മുള പുഴുങ്ങിയതൊക്കെ ആയിരുന്നു കറി. ഇവരുടെ വസ്ത്രധാരണമെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. ഇവർ ചെവിയിലെ കാതലൊക്കെ കണ്ടോ, എൻ്റെയൊക്കെ ചെറിയൊരു സ്റ്റഡാണ്. ആളുടെ ചെവിയിലുള്ളത് ഏതോ ഒരു ആടിൻ്റെ പോലത്തെ എന്തോ കൊമ്പങ്ങനെ കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഈ സാധനങ്ങളെല്ലാം. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമോ എന്നുള്ള സംശയം കേട്ടോ. എന്തായാലും അവസാനത്തെ പരമ്പരയിലെ ഒരാളെ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും കേട്ടോ.